നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ചോദ്യമുണ്ട്. അവളെവിടെ? അവളെവിടെ? എന്തൊരു മോഷണം നടന്നാലും എന്തൊരു പ്രക്രിയ ഉണ്ടായാലും നല്ലതാകട്ടെ അത് ചീത്തയാകട്ടെ ഒരുവൾ അതിൻ്റെ പുറകിലുണ്ടാവും. 50,000 പുരുഷന്മാരുണ്ടെങ്കിലും യുദ്ധമാകട്ടെ സമാധാനമാകട്ടെ അതിനു വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ അവസാനത്തെ മൂലാധാരമായിട്ട് അതിൻ്റെ പുറകിലൊരു പെണ്ണുണ്ടാകും. മഹാഭാരത യുദ്ധത്തിൻ്റെ പുറകിലൊരു പെണ്ണുണ്ടായിരുന്നു, പാഞ്ചാലി, കുന്തി എന്നും പറയാം. രാമരാവണ യുദ്ധത്തിൻ്റെ പുറകിൽ ഒരുവളുണ്ടായിരുന്നു, സീത. ഇവിടെയും ആ ചോദ്യം ഉയരുകയാണ്, അവളെവിടെ? ഉണ്ണീഷം പോറ്റിയുടെ വീട്ടിൽ നിന്ന് ശില്പങ്ങൾ കണ്ടെത്തി. തന്ത്രിയുടെ വീട്ടിൽ ഗോൾഡ് സ്മിത്ത് അടക്കം വന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പരിശോധന അടക്കം 5 മണിക്കൂർ കഴിഞ്ഞ് ഇന്നും പരിശോധനയുണ്ട്. പോറ്റി കന്നാലിയെയും കണ്ടരൻ കള്ളക്കണ്ടരൻ ആ കന്നാലിയെയും പ്രചോദിപ്പിച്ച് കൊണ്ടുവാ 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 സ്വർണം കൊണ്ടുവാ എന്ന് പ്രചോദിപ്പിച്ച് അവൾ എവിടെ? ആ ഒരുവള് ഈ പൊറ്റിയുടെ വീട്ടിലാണോ അതോ കണ്ടരൻ്റെ വീട്ടിലാണോ? ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം നിർത്താം. ചോദ്യം എന്താണ്? അവളെവിടെ? തന്ത്രിയെ പൊക്കി, പൊറ്റിയെ പൊക്കി, കൂട്ടത്തിൽ കുറേ നേതാക്കന്മാരെയും പൊക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് അവസാനിച്ചോ കാര്യങ്ങൾ? പണ്ടൊരു രാജാവ് തൻ്റെ രാജ്യത്ത് വലിയൊരു കൊള്ള നടന്നു, ഒരു അമ്പലക്കൊള്ള നടന്നു. അവിടുത്തെ പൂജാരിമാരെല്ലാം കൂടിയിട്ടാണ് കട്ടുകൊണ്ട് കൊണ്ടുപോയത്, സ്വർണ്ണക്കും കട്ടുകൊണ്ട് പോയത്. അങ്ങനെ രാജാവ് വലിയ വിശ്വാസിയാണ്. രാജാവാണെങ്കിലും ഒറ്റമുണ്ട് എടുത്തിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുള്ളൂ, അത്ര വലിയ മഹാനാണ്. അദ്ദേഹം പറഞ്ഞു ആളുകളെ കണ്ടെത്തണം എന്ന് പറഞ്ഞു. പിടിച്ചു കൊണ്ടുവന്നു, 10 ആളെ പിടിച്ചു കൊണ്ടുവന്നു. മഹാരാജൻ ആ കള്ളന്മാരെ പിടിച്ചിട്ടുണ്ട്, തെളിവ് സതി ഹാജരാക്കി. 10 പേരെയും നോക്കി. അദ്ദേഹം പ്രധാനമന്ത്രിയെ വിളിച്ചു. അവളെവിടെ? അവളെവിടെ? ഈ 10 പേരുടെ പുറകിലുള്ള അവളെവിടെ? പ്രധാനമന്ത്രി വീണ്ടും ചാരന്മാരും പോലീസും കൂടി അന്വേഷണം നടത്തി വീണ്ടും ഒരു 10 ആളെ കൊണ്ടുവന്നു. അപ്പോൾ 20 ആളായി. മഹാരാജൻ കള്ളന്മാർ കംപ്ലീറ്റ് എല്ലാവരും നോക്കി. പ്രധാനമന്ത്രി വിളിച്ചു. അവളെവിടെ? 50 കള്ളന്മാർ ഇതിൽ കളവ് നടത്തിയതിൻ്റെ പുറകിലുള്ള 50 പേരെയും കൊണ്ടുവന്നു. രാജാവിൻ്റെ മുഖം പ്രസന്നമായില്ല. വീണ്ടും അദ്ദേഹം നല്ല പ്രധാനമന്ത്രിയോട് ചോദിച്ചു, അവളെവിടെ? അവസാനം ഇവരേക്ക് നന്നായിട്ട് ഭേദ്യം ചെയ്ത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ആളെ കിട്ടി. ആ അമ്പലത്തിലെ മുഖ്യ തന്ത്രിയുടെ മകളും അയാളുടെ ഭാര്യയും. അവരെ പിടിച്ചപ്പോൾ അവർ സ്വർണം കൊണ്ട് മൂടിയിട്ടാണ് നിൽക്കുന്നത്. അവരെടുത്ത സാരി, അവരുടെ ചെരുപ്പ്, അവരുടെ വളകൾ, അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ, അവരുടെ കക്കൂസയുടെ ക്ലോസറ്റൊക്കെ സ്വർണം കൊണ്ടാണ്. ഈ 50 എണ്ണത്തിന് ഈ അമ്പലത്തിനകത്തുള്ള അമ്പലത്തിനകത്ത് അടിച്ചുവാരും പിടിക്കലും അടക്കം നടത്തിയിരുന്ന തന്ത്രിപ്പണി പൂജാരിപ്പണി നടത്തിയ ഈ 50 പേര് അവരുടെ കൂട്ടാളികളെയും പ്രചോദിപ്പിച്ചത് ഈ തന്ത്രിയുടെ ഭാര്യയാണ്. അങ്ങനെ അവളെ കൊണ്ടു നിർത്തി. അപ്പം 50 കള്ളന്മാർ, അതിൻ്റെ മുമ്പിൽ ഈ പെണ്ണ്. രാജാവ് പ്രധാനമന്ത്രിയെ വിളിച്ചു. മെടുക്കൻ, ഇപ്പം എനിക്ക് ബോധ്യമായി, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെയും നമ്മൾ ചോദിക്കുകയാണ്, അവളെവിടെ? ഒരുവളുണ്ട് ഇതിൻ്റെ പുറകിൽ, അവളെവിടെ? അത് പോറ്റിയുടെ വീട്ടിലാണോ, ഉണ്ണീഷം പോറ്റിയുടെ വീട്ടിലാണോ, ഈ കണ്ടരൻ തന്ത്രിയുടെ വീട്ടിലാണോ? കൊണ്ടുവാ 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 എന്ന് പറഞ്ഞ് ഇവരെ ലഭ്യന്മാരാക്കിയ അവളെവിടെ? തന്ത്രിയെ പൊക്കിയ സമയത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഇതിനിപ്പോൾ സംരക്ഷണം കൊടുക്കുന്ന ആരാണെന്ന് അറിയാമോ? ഇവർക്ക് നാണവും മാനവും ഉണ്ടോ ഈ BJP-ക്കാർക്ക്, സംഘപരിവാറുകാർക്ക്?
അന്തസ്സുള്ളവരൊന്നും ആ കൂട്ടത്തിൽ ചേരില്ല. തനിക്ക് വെളിവില്ലാത്തവർ, വലിയ വലിയ സ്വപ്നങ്ങൾ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, ഹിന്ദുമതം, ഹിന്ദു രാഷ്ട്രമോ, ഇവരൊക്കെയാണ് അവരുടെ പുറകിലുള്ള വിവരം കെട്ടവർ. അവരാണ് ഇപ്പോൾ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്, ഹിന്ദു സംരക്ഷകർ. കാരണം എന്താണ്? പൂണൂൽധാരിയെയാണ് പൊക്കിയിട്ടുള്ളത്. ഏതേലും പറയനെയോ പുലയനെയോ ഈഴവനെയോ വിശ്വകർമ്മനെയോ പൊക്കിയെന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കൂ. ഇവർ ചെട്ടിക്കുളങ്ങരയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ള പൂജാരി, അവനെന്നും ആ ക്ഷേത്രത്തിൽ ചുമരുമ്പ് തൊടാൻ പാടില്ല. ശ്രീകോവിലിൻ്റെ പുറത്തു നിന്നോളണം, അടിച്ചു കളിക്കാരൻ്റെ പോലെ. യദുകൃഷ്ണൻ കൂടൽമാണിക്യത്തിൽ ഈഴവനെ കയറ്റില്ല. അയാൾ അവിടെ നിന്ന് വഴിക്കുന്നു പോയി, ഒരാളത്തിനെ പിടിച്ച് പുറത്താക്കി. അന്നും ഇവന്മാരും മിണ്ടിയിട്ടില്ല കേട്ടോ. ഇപ്പം ശബരിമലയിൽ ഈ കള്ളനെ പൊക്കി, കണ്ടരൻ കള്ളനെ പൊക്കി. അപ്പോൾ ഇവർക്ക് എന്തായി? തലയിൽ തീ പിടിച്ചു. ഹിന്ദു സംരക്ഷകന് ഉണർന്നിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന സമയത്ത് തന്നെ ഞാനൊക്കെയും ഒരുപാട് ആൾക്കാരുണ്ട്, ഞാനടക്കം പറഞ്ഞതാണ് ഇതിൻ്റെ മൂലാധാരം. ഞാൻ ഈ വീട് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പച്ച വളർന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുളി ഉണ്ടാകുന്ന മരമല്ല, ഒരു തരം പുളിമരം നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെയുള്ള ഒന്ന് രണ്ട് അവിടെ ജോലിക്ക് വരുന്ന ആൾക്കാരോട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവർ തമിഴിലാണ് പറഞ്ഞത്. ഇന്നാണ് എനിക്ക് ഏകദേശം അറിയാം. അവർ പറഞ്ഞു അത് മുടിയാത്തപ്പോൾ എന്താ മാറിയപ്പോൾ നമ്മളെ മുടിയാത്തൊക്കെ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓക്കെ. അവസാനം ഇതിൻ്റെ എൻജിനീയർ വന്നപ്പോൾ അവർ പറഞ്ഞു, സ്വാമി ഹാർഡ്ലി ഇറ്റ് പോസിബിൾ ടു പിക്ക് ഇറ്റ് ഔട്ട്. അതെന്താ? അങ്ങനത്തെ ഒരു സാധനമാണത്. അത് ബുൾഡോസർ വന്നിട്ട് വലിച്ചെടുക്കണം എന്ന് പറഞ്ഞു. എന്നാലേ ശരിയാവുള്ളൂ പറഞ്ഞു. എന്നാലും അതിൻ്റെ മൂലാധാരം പുറത്തേക്ക് വരില്ല. അല്ലെങ്കിൽ വീണ്ടത് അതിൻ്റെ മേലെ വാർപ്പിട്ടാലും വാർപ്പിനെയും കൂടി പൊന്തിക്കും. അങ്ങനത്തെ സാധനമാണത്. ഇതുപോലെ തന്നെ ഈ കുള്ളസങ്കേതത്തിൻ്റെ മൂലാധാരം, അധിഷ്ഠാനം, അത് ഈ മേലെ കാണുന്ന മേൽപ്പാട മാത്രമല്ല, ക്രീം ലെയർ മാത്രമല്ല. അതിന് കുറേ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർമാരെയോ അല്ലെങ്കിൽ അവിടുത്തെ പഴയ പ്രസിഡന്റുമാരെയോ പുതിയ പ്രസിഡന്റിനെ ഒന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ഒരാൾ മാത്രമാണ് പറഞ്ഞത്, ഞാൻ മാത്രമല്ല ഉത്തരവാദി. ഇതിൻ്റെ പുറകിൽ ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന ഒരുത്തനുണ്ടെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞൊരു പകുതി കാര്യം ഉടനെ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായി, ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്ന്. ഏതായാലും ഇങ്ങനെ ഒരുത്തൻ ആ അമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുന്ന കൺട്രോൾ അയ്യപ്പൻ്റെ തന്തയാണെന്ന് പറയുന്നവൻ, അവനെ അങ്ങ് വെറുതെ പിടിച്ചുകൊണ്ടുപോയി ജനങ്ങളിളകും. ഉടനെ തന്നെ സ്വാമി അയ്യപ്പോ സ്വാമി എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും പുറത്തേക്ക് ഇറങ്ങും. ഐ ആം റെഡി എന്നും പറഞ്ഞ് NSSകാരിക്ക് അതിന് മുമ്പിൽ നിൽക്കും. എന്താ തലയിൽ കോണവും കെട്ടി നടക്കുന്ന ഒരുത്തുണ്ടല്ലോ, അവനൊക്കെ മുമ്പിൽ വരും. അവർ ചിലപ്പോൾ വിജയിച്ചു എന്ന് വരും. ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ത് ചെയ്തു? വളഞ്ഞിടുകയായിരുന്നു. വളഞ്ഞിട്ട് കൊതുകിനടിക്കണ പോലെ കൈ വെച്ചിരിക്കുക ഒരാൾ. കൊതു അതിൻ്റെ അകത്ത് നമ്മുടെ മുഖത്ത് കുത്താൻ വേണ്ടി അതിൻ്റെ അകത്ത് വന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം അടിക്കുക. അപ്പോൾ കൊതുകാവും. അല്ലെങ്കിലോ അവിടെ അടിച്ചു കൊതു അങ്ങോട്ട് പോയി, ഇവിടെ അടിച്ചു കൊതു ഇങ്ങോട്ട് പോയി, അവിടെ അടിച്ചു കൊതു അങ്ങോട്ട് പോയി, അത് പോകും. എന്നിട്ട് അവർ വളഞ്ഞിട്ട് സകല തെളിവുകളും അതിന് ശേഷം പോവാം അങ്ങനെയാണ് പിടിച്ചു കൊണ്ടുപോയത്. ഇപ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ താമസിക്കൂല എന്ന്. അതാകുമ്പോൾ വില്ലനാണോ പോലീസ്, ഉമ്മാനാണോ പോലീസ്, മൂഞ്ഞാനാണോ പോലീസ് ഇവിടെ? ഈ കൊള്ളയുടെ മൂലാധാരം ചെന്ന് കിടക്കുന്നത്, അവിടെ നടക്കുന്ന സകല കാര്യങ്ങളും സർവശക്തിമത്വാദി ഗുണഗണ വിഭൂഷിതനായിരിക്കുന്നു എന്ന് പറയുന്ന ആ കല്ലിൻ്റെ തന്തയായിരിക്കുന്ന ഇവനറിയാതെ അവിടെ ഒരു കാറ്റ് പോലും വീശില്ലെന്ന് ഇവർ തന്നെയല്ലേ പറഞ്ഞുണ്ടാക്കിയത്. ഈ ലോകം ഇങ്ങനെ ഒറ്റവല്ലമത്തിരിക്കുന്ന ദൈവമാണ് ഈ കണ്ടരൻ എന്ന് പറഞ്ഞ കള്ളൻ ഇവർ തന്നെയല്ലേ പറഞ്ഞുണ്ടാക്കിയത്. അവരറിയാണ്ട് അവൻ അതിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. ഇത് രാത്രിയാണോ ഇളക്കി കൊണ്ടുപോയത്? കള്ളന്മാരും ഒന്ന് ഇളക്കി കൊണ്ടുപോകണോ ചെയ്തത്? അതിൻ്റെ ഉള്ളിൽ വേറൊരു സംശയമുണ്ട്. ഇവിടെ CCTV ഇല്ലേ? ഇതല്ലേ എല്ലാ മീൻ കച്ചവടം നടത്തുന്നിടത്തും വരെ CCTV ഉണ്ട്. എന്താ ഇതിനകത്ത് CCTV അല്ലേ? അറിയാണ്ട് ചോദിക്കുന്നുണ്ടോ? അതെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇയാളറിയാതെ, ഇയാളൊന്നും അറിഞ്ഞില്ല, ഇയാൾ കണ്ണടച്ചിട്ടാണോ പൂജിക്കണേ? ഈ നാറി കണ്ണടച്ചിട്ടാണോ പൂജിക്കണേ? ഇയാൾ കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്നില്ലേ? അപ്പം അന്നേ അറിയാമായിരുന്നു ഇതിൻ്റെ അങ്ങേ അറ്റത്ത് ഇതൊരു കയറിൻ്റെ കേസല്ല. കയറിൻ്റെ അറ്റത്ത് പശുവുണ്ട്,
കയറ് കെട്ട കേസല്ല. കയറിൻ്റെ അകത്ത് പശു എന്ന് പറഞ്ഞ പോലെ മൂലാധാരം പശുവാണ് പ്രശ്നം, കയറല്ല പ്രശ്നം. കയറെടുത്തം കണ്ടുപോയി കൊണ്ടക്കോട്ടെ, പക്ഷെ അതിൻ്റെ പുറകിലൊരു പശു ഉണ്ടായിരുന്നേ. എന്നിട്ട് ഈ കള്ള എന്താ പറഞ്ഞത്, ഞാൻ ഒരു കയറെടുത്തുള്ളൂ എന്ന്. അപ്പോൾ ആ വീട്ടുകാരൻ പറയാ, ആ കയറിൻ്റെ പുറത്തൊരു പശു ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിലേ. അപ്പോൾ ഇതിൻ്റെ പുറകിലെ മൂലാധാരം ഈ തെണ്ടിത്തന്ത്രിയും തന്ത്രിത്തെണ്ടിയും അവൻ്റെ കുടുംബവുമാണ് എന്നുള്ള കാര്യം പണ്ടേ ഇവിടെ എല്ലാവരും അന്യോന്യം കാതോടെ പറഞ്ഞു. ഞങ്ങളെപ്പോലെ നാണവും മാനം കെട്ടവർ ഉറക്കുകയും പറഞ്ഞു. ഇതുണ്ടായത് ആയതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയിൽ നിന്നോ ദുബായിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ ഉഗാണ്ട എനിക്ക് വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ്. മറ്റേ അകന്ന ആൾക്കാർ വന്നിട്ടും നല്ലത് പൊക്കിക്കൊണ്ടുപോയത് അങ്ങനെ ആക്കാനൊക്കെ ശ്രമം നടത്തി. ഏതൊരു തമിഴിനെ പിടിച്ചു കൊണ്ടുവന്നു, ഡി എന്ന് പറഞ്ഞ് തമിഴ് ഡി എന്ന് പറയില്ല, ഡേ 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 എന്ന് പറയില്ല, അങ്ങനെ ഒരു ഡേ പിടിച്ചു കൊണ്ടു. ഞാൻ അയാളെ രേഖയോടൊക്കെ ഹാജരാക്കി. ഞാൻ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ചു, അയാളെ തന്നെ ബോടോ പറഞ്ഞു കൊടുത്തു അയാളെ പോയി. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി ഈ വഴിക്ക് പോയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പലയിടത്തും തട്ടിമുട്ടാൻ തുടങ്ങി. സോണിയ എന്തിനാ ഇയാൾ അവിടേക്ക് പോയത്? സോണിയയുടെ അടുത്തേക്ക് പോകണേ ഇപ്പോൾ ട്രംപ് വന്നാൽ പോലും ഒരാഴ്ച മുമ്പ് അനുവാദം ചോദിക്കണം. അത്രയും വലിയ, കാരണം അവരങ്ങനത്തെ ഒരു ലീഡറാണ്. അവിടേക്ക് ഇവന്മാരെല്ലാവരും കൂടി അടൂർ പ്രകാശ്, അവൻ മറ്റേ നമ്മളുടെ ഇയാളുടെ സരിതയുടെ കേസിൽ അവനായിരുന്നല്ലോ. സരിതയെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് സരിത തന്നെയല്ലേ പറഞ്ഞു 5 ദിവസം എഴുന്നേൽക്കാൻ പറ്റിയില്ല എന്ന്. അതുപോലത്തെ പൂശല്ലേ അവൻ പൂശിയത്, ഈ അടൂർ പ്രകാശ് കള്ളു വിൽപ്പനക്കാരൻ. അപ്പോൾ അവനൊക്കെ കൂടി അവിടെ കൊണ്ട് എഴുന്നള്ളിച്ച് എന്തിനാ അപ്പം അത്രത്തോളമായപ്പോൾ കോൺഗ്രസ്സുകാരെ ഇളകാൻ തുടങ്ങി. രമേശ് ചെന്നിത്തല പറഞ്ഞു അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് രണ്ടാമത് പിണറായി അധികാരത്തിൽ കയറി കേട്ടോ. മൂന്നാമത് അധികാരത്തിൽ കയറാൻ പോകണല്ലാണ്ട് അധികാരത്തിൽ കയറാൻ പോണത് അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. ഞാനൊക്കെ ആണെങ്കിൽ മുഖ്യമന്ത്രി കിട്ടിയാലും അവിടെ കയറില്ല. നമ്മൾ എളുപ്പമായിട്ടുള്ള പണികളല്ലാതെ പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്നു വിമാനത്തെ അങ്ങോട്ട് പോകുന്നു, വിമാനത്തെ 2 ദിവസം പോകുമ്പോൾ കാണാം അതിൻ്റെ കാര്യങ്ങൾ. മൂന്നാമത് ആ പാവം മനുഷ്യൻ മറ്റേ മത്സരിക്കാൻ പോവാണ്, അങ്ങനെ തന്നെ വീണ്ടും കയറും. അപ്പോഴും പറയും അയ്യപ്പനെ തൊട്ട് കളിച്ചവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. എടോ രമേശ് പന്നി എന്നല്ല കേട്ടോ, ചെന്നി അല്ല, പന്നി. ഈ അയ്യപ്പനൊരു കല്ലാടോ. അതിനെ പറഞ്ഞിട്ട് കല്ലിനെയാണ് പെർസോണിഫൈ ചെയ്ത് ദൈവമാക്കി വെച്ചിട്ടുള്ളത്. അയ്യപ്പനെ തൊട്ട് കളിച്ചവരൊന്നും രക്ഷപ്പെടില്ല പറഞ്ഞാൽ ഈ അയ്യപ്പൻ അവിടെ കഞ്ചാവ് അടിച്ചിരിക്കുകയാണോ ഇത് കൊണ്ടുപോകുന്ന സമയത്ത്? അത് ചോദിക്കണോ? അവിടെ ചൈതന്യം ഉണ്ടോ? ഇനി ചൈതന്യം അളക്കാൻ വല്ല സാധനം ഉണ്ടോ? ചൈതന്യം അളക്ക്. അവിടെ അത് അടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അയ്യപ്പനൊന്നും നിലവിളിക്കായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് വിളിക്കായിരുന്നില്ലേ? മറ്റേ തൊട്ടപ്പുറത്ത് തന്ത്രി പുറപ്പെടാൻ ശാന്തിയായിട്ട് അവിടെ പെറ്റ് കിടക്കുകയല്ലേ, എന്താ വിളിക്കാഞ്ഞ്? ഇത് വിളിക്കാനുള്ള കാരണം എന്താ അറിയാമോ? അയ്യപ്പൻ കാട്ടയ്യപ്പനാണ്. അപ്പം അയാളെങ്ങനെയാണ് വിളിക്കുക? തന്നെ വിളിക്കുക. അതേപോലെ സ്വർണ്ണം അടിച്ചു കൊണ്ട് പോകണം. എന്താ പറയാഞ്ഞ്? അടിച്ചുകൊണ്ട് ഇപ്പോൾ പിടിക്കൂത്രേ. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് വന്ന് ശബരിമലയുടെ പേരും പറഞ്ഞ് ഒരുത്തൻ അവിടെ നമ്മളുടെ ഇതുണ്ടല്ലോ, മറ്റേ പള്ളി പ്രസംഗം നടത്തുന്ന ആള്, പള്ളി പാതിരി, സുവിശേഷ പ്രസംഗകൻ. ഇന്നലെ അഡ്വക്കേറ്റ് ജയശങ്കർജി പറഞ്ഞതാണ് 371 ഒരു വർഷം കൊണ്ട് 371 ഒരു വർഷം കൊണ്ടോ കഴിഞ്ഞ 3 വർഷം കൊണ്ടോ പള്ളിയിലെ പ്രസംഗം നടത്തി ഇത്രയും വി ഡി സവർക്കർ, നമ്മളുടെ പ്രതിപക്ഷ ലീഡർ. അത് തുന്നി ദുബായിൽ പോയിട്ട് കോട്ടും സോട്ടേക്കും തുന്നി വെച്ചിരിക്കുകയാണ്. അടുത്ത മുഖ്യമന്ത്രിയാ പറഞ്ഞൊരു ഉമ്മണം. അപ്പോൾ ഏതായാലും കോൺഗ്രസ്സുകാർ 100 സീറ്റാണോ 140 സീറ്റാണോ എന്ന സംശയമുള്ളൂ. മുഖ്യമന്ത്രിയാവുന്ന കാര്യം ഉറപ്പിച്ചു. ഏതായാലും അവർക്കിട്ടും കിട്ടി. അപ്പം അയ്യപ്പനൊരു ശക്തിമത്തായിട്ടുള്ള സാധനമാണെങ്കിൽ അവർക്കും കിട്ടിക്കൊട്ടു. ഈ അമ്പലക്കള്ളന്മാരെല്ലാവരും കൂടിയിട്ട് അവിടെ സോണിയയുടെ അടുത്ത് പോയി. എന്തിനാ പോയെന്ന് പറയൂല, എന്നാലും പറയാം. എന്താ പറയുക ഇവിടുത്തെ കളവുക മുതലിരിക്കുന്ന സമയത്ത് അവിടെ സോണിയയുടെ അടുത്ത് പോയി. സോണിയ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. സോണിയയെ ഞാൻ കുറ്റം പറയുന്നില്ല, രാജീവ് ഗാന്ധിയുടെ ഭാര്യ ഞാൻ കുറ്റം പറയുന്നില്ല, രാഹുലിൻ്റെ അമ്മയെ ഞാൻ കുറ്റം പറയില്ല. പക്ഷെ അവിടെ പോയിട്ട് അവരൊപ്പം ഫോട്ടോ എടുത്തോട് കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരെ പേടിപ്പിക്കാമല്ലോ. എന്തായാലും സംതിങ് ഹാപ്പൻഡ്, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്.
എന്തോ സംതിങ് സ്റ്റിക്കിങ് ബിഹൈൻഡ് ഇവർ ഈ ഫോട്ടോയുടെ പുറകിൽ എന്തോ ഉണ്ട്, അവിടെ എന്തോ അതിൻ്റെ പുറകിലുണ്ട്. ഏതായാലും അവരും പ്രതിരോധത്തിലായി കഴിഞ്ഞു. ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രസിഡന്റിനെ പിടിച്ചു, അതിൻ്റെ മുൻ പ്രസിഡന്റിനെ പിടിച്ചു, അതിൻ്റെ മുൻ പ്രസിഡന്റ് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ, അതിൻ്റെ മുൻ പ്രസിഡന്റ് കോൺഗ്രസ്സുകാരൻ, അതിൻ്റെ മുൻ പ്രസിഡന്റ് കോൺഗ്രസ്സുകാരൻ, ഇതവിടേക്ക് നീളുന്നുള്ള കാര്യം ഉറപ്പായി. അപ്പം അത്ര ആയോടുകൂടി കോൺഗ്രസ്സുകാർ പിന്നെ മിണ്ടാട്ടം മുട്ടി, അവർക്ക് മിണ്ടാട്ടം മുട്ടി. അന്വേഷണം മുന്നോട്ട് പോയി അതിനെ അടിച്ചു വാരി കൊട്ടയിലാക്കും അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഏതായാലും ഇവിടെ VS ശിവകുമാറൊക്കെ ഇതിൽ പെട്ട ആളാണ്. എന്തൊക്കെയാണ് സഹോദരനൊക്കെ ആയിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ BJP-കാരും പെട്ടുകിടക്കുകയാണ്. BJP-കാരെ സംബന്ധിച്ചിടത്തോളം കേരളം അവർക്ക് പറ്റിയ മണ്ണല്ല. കേരളത്തിൽ അവരൊന്നും ആകാനും പോകുന്നില്ല. ഇപ്പോൾ ഈ സംഭവം വന്നതോടുകൂടിയിട്ട് അവരുടെ സവർണ മേധാവികൾ, സവർണന്മാരെ അയ്യോ നമ്മുടെ ശബരിമലയെ കളങ്കപ്പെടുത്തി എന്നൊക്കെയും പറഞ്ഞ് നടക്കുന്ന വാക്കുകൾ പഴുമിണ്ട്. ആരെ കളങ്കപ്പെടുത്തിയത്? അപ്പോൾ ഒരു കാര്യം പറയേണ്ടവരും അപ്പോൾ അവരും മിണ്ടാണ്ടായി. വാസ്തവത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൊടിമരത്തിൻ്റെ മേലെ ഇരുന്നിരുന്ന വാജി, മറ്റേ അയ്യപ്പൻ്റെ വാഹനമായിട്ടുള്ള വാജി കുതിരയാണത്. വാജി വാഹനം മറ്റാണ് വാജി വാഹനം. എല്ലാവരും പുലിയെന്ന് ധരിച്ചിട്ടുള്ളത് വാജിയാണ്. നീലക്കുതിര എന്ന് പറയും. അതാണ് ശാസ്താവിൻ്റെ വാഹനം. അതാണ് ഈ സാധനം. പണ്ട് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഈ സാധനം കൊണ്ട് ഇവൻ്റെ മറ്റോടത്ത് കൊണ്ട് പൂത്തി വെച്ചിരിക്കുകയായിരുന്നു ഈ കണ്ഠരൻ. കട്ടുകൊണ്ടുപോയതാണ്. ഇതും കൊണ്ടുപോയിട്ട് അവൻ പൂജ നടത്തിയിരുന്നു. വല്ല ആന്ധ്രാപ്രദേശിലും ഡൽഹിയിലും ഉഗാണ്ടയിലും എല്ലായിടത്തും പോയിട്ട് അവൻ പൂജ നടത്തിയിട്ട് ആൾക്കാർ ഈശ്വര അയ്യപ്പൻ്റെ അവിടുത്തെ ഒരു പിടി മണ്ണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ആൾക്കാരുണ്ടാവും, വിശ്വാസികൾ. അതങ്ങനെയാണ്. ഇവനവിടെ വാജിവാഹനം പാളിയും കൊണ്ടുപോയിട്ടാണ് പൂജ നടത്തിയിരുന്നത്. എന്നിട്ട് ആ കോടികൾ അവൻ കൊയ്തു കൊണ്ടുവന്നിരുന്നത്. വിശ്വാസത്തെ പോലും അവൻ വിറ്റു എന്നുള്ളതാണ്. വിശ്വാസത്തെ വിറ്റു എന്നതിൻ്റെ അർത്ഥം എന്താ? അയ്യപ്പനെ വിറ്റു എന്നുള്ളതാണ്. അയ്യപ്പനെ തന്നെ വിറ്റുവൻ. അപ്പോൾ ചെമ്പുമാളി മാത്രമല്ല, അയ്യപ്പനെ തന്നെ വിറ്റു. അയ്യപ്പൻ്റെ പേരും പറഞ്ഞൊരു വർഷം 25 കോടി രൂപയാണ് അടിച്ചു മാറ്റുന്നത്. അത് കഴിഞ്ഞ് അയ്യപ്പനെ എടുത്ത് വിറ്റു. താറാവിനെ കൊന്നു. പൊന്മേറ്റ് ഇടുന്ന താറാവിനെ കൊന്നു എന്നർത്ഥം. ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ അവൻ്റെ സഹോദരിയുടെ അവിടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത് അവളെവിടെയും ചോദിച്ചത്. ഈ ഇവിടെ പോയിട്ട് മറ്റേ ശില്പങ്ങൾ, ഇവിടുന്ന് കളവുപോയ ശില്പങ്ങൾ ഈ പോറ്റിയുടെ സഹോദരിയുടെ അവിടെ കൊണ്ട് തിരികെ വെച്ചിരുന്നത്. എന്താ അവൾക്കറിയില്ലേ? ഇത് എവിടത്തെയാണ് നമുക്കറിയില്ലേ? അവളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പം ഇതിൻ്റെ പുറയിൽ ഇവർ ഈ കഴുതകളെ മുഴുവൻ പ്രചോദിപ്പിച്ച ഒരുവളുണ്ട്. ആണ് രാജാവ് ചോദ്യം വയ്ക്കുന്നത്, ആരാണവൾ? അല്ലെങ്കിൽ അവളെവിടെ? ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കള്ളക്കണ്ടര്. ആ കണ്ടര് കള്ളൻ്റെ വീട്ടിലിപ്പോൾ പരിശോധന നടക്കുകയാണ്. അവിടെ ഈ പരിശോധന നടക്കുന്ന സമയത്ത് വനിതാ പോലീസുകാരെയും കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എന്താ? പുരുഷ പോലീസുകാർക്ക് പരതാനും തപ്പി നോക്കാനും എല്ലായിടത്തും പറ്റില്ലല്ലോ, സ്ത്രീകളുള്ള വീടല്ലേ. അപ്പോൾ സ്ത്രീകളെയും തപ്പണം. എവിടെ തപ്പണം? അവിടെ തപ്പണം. എവിടെ? അവിടെ തന്നെ. അതിന് വേണ്ടിയിട്ടാണ് വനിതാ പോലീസുകാരെയും കൂടി കൊണ്ടുപോയിട്ടുള്ളത്. ഏത് മലദ്വാരത്തിലാണ്, ഏത് യോനിദ്വാരത്തിലാണ് സ്വർണ്ണം ഒളിപ്പിച്ച് വെച്ചതെന്ന് അറിയില്ലല്ലോ. ഏതായാലും SIT അവിടെ കംപ്ലീറ്റ് ഗേറ്റ് അടച്ചിരിക്കുക. ഒറ്റാളും കയറ്റിയില്ല. ആ വീടിനകത്ത് മാത്രമുള്ള ആൾക്കാരെ കയറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം അവരെല്ലാവരും അവിടെ സീൽ ചെയ്തിരിക്കുകയാണ്. അവിടെ തന്നെയാണ് പാർക്കുന്നത്. 5 മണിക്കൂർ ഇന്നലെ കഴിഞ്ഞ ഒരു വയ്യാതെ ഇതേപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നുമില്ലാണ്ട് അവിടെ നിന്ന് സംഭവിക്കുമോ? ചുമര് വരെ പൊളിച്ചു നോക്കും. പിന്നെ അതിനുള്ള ഡിക്റ്റേറ്റർ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം തെളിവായിട്ട് ഇനി കൂട്ടിയിണക്കുക വേണ്ടു. പണ്ട് ആശാരിമാരങ്ങനെയാണല്ലോ, പട്ടിക ഉണ്ടാക്കിയിട്ട് ഭാഗത്ത് വയ്ക്കും, ഉത്തരം ഉണ്ടാക്കിയിട്ട് വേറെ ഭാഗത്ത് വയ്ക്കും, കഴുക്കോളുണ്ടാക്കി വേറെ ഭാഗത്ത് വയ്ക്കും. അപ്പം ഞാനൊക്കെ എൻ്റെ വീട് പണിയുന്ന സമയത്ത് ആശാരി ചോദിക്കുക, ഇതെന്തിനാ? അപ്പോൾ അവരുടെ മോനെ അതെ ഇത് ഞങ്ങൾ ഇനി ഇതിൻ്റെ മേലെ കയറ്റും പറയാൻ പറ്റും ഇതെന്തിനു വേണ്ടി. അപ്പോൾ നമുക്കറിയില്ലല്ലോ. ഇതുപോലെ SIT എല്ലാ കാര്യങ്ങളൊക്കെ പട്ടികയും കഴുക്കോലും ഉത്തരവും ശീലാന്തിയും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതാണ് കൂട്ടിക്കെട്ടുമ്പോഴാണ് അറിയുക ഇങ്ങനെ നിൽക്കുന്നത് കാണുക. ആര്? ഈ കണ്ടരൻ കള്ളൻ കയ്യിൽ അവൻ്റെ ചാക്കും പിടിച്ചിട്ട് ഒന്ന് കട്ടുകൊണ്ടതിന് ചാക്കൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു ബിഗ് സല്യൂട്ട് ഇപ്പം തന്നെ കൊടുക്കാം. കാര്യങ്ങൾ ഉറപ്പായല്ലോ, ഇപ്പം തന്നെ കൊടുക്കാം. ഇവിടെ പുറകിൽ നിന്ന് കളിച്ച ആൾക്കാരുണ്ട്. അതിലൊന്നാണ് ഈ VD സവർക്കർ. പുറകിൽ നിന്ന് കളിച്ചത്. ഇവിടെ കള്ളനെ പിടിക്കാനല്ല അവനെ തിരക്കുണ്ടായത്.
പിണറായിയുടെ മേലെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അവിടെ അയ്യപ്പ സംഗമം നടത്തിയോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം പുറത്തു വന്നു. ഇവർ പറയുന്ന അയ്യപ്പൻ, ഇപ്പം എനിക്ക് തോന്നുന്നു അയ്യപ്പനിക്ക് ഭയങ്കര ശക്തിയുണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നി തുടങ്ങി. വാസ്തവത്തിൽ എല്ലാത്തിനും ഇങ്ങനെ നമ്മുടെ അറത്തെടുക്കുകയല്ലേ എല്ലാത്തിനെയും ഷണ്ടത്വവൽക്കരിക്കുകയല്ലേ ചെയ്യുന്ന എല്ലാത്തിനെയും. ഇപ്പം ഒരുത്തണ്ട് പണിക്കാരൻ ഒരുത്തണ്ട്, നമ്മളുടെ മറ്റേ ഏതോ പച്ചക്കുതിര സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അങ്ങനെ ഒരുത്തരുണ്ട്. അവൻ സാധാരണ സംസാരിക്കും പറഞ്ഞു ഭയങ്കരമായി ശബ്ദത്തിലേക്ക് സംസാരിക്കും, പോയിന്റുകൾ മേലെ പോയിന്റുകൾ നിരത്തും. ഇന്നലെ കണ്ടപ്പോൾ എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറേ ആ ഫയൽ ഈ ഫയൽ അങ്ങനെയാകുമ്പോൾ ആ ഫയൽ ഇങ്ങനെയാകുമ്പോൾ ഈ ഫയൽ ഇങ്ങനെയാകുമ്പോൾ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരാളിരിക്കുന്നത് ഇവൻ എന്തുട്ടേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പണിക്കാരനും മൗനി ബാബയായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരുതരം കൃത്യമായിട്ടുള്ള വേർതിരിച്ച് അറിവുണ്ടാക്കുകയാണ് ജനതയ്ക്ക്. കേരളത്തിനെ യഥാർത്ഥ രൂപത്തിൽ കേരളത്തിനെ കട്ടുമുടിക്കുന്നത് ആരാണ്? കേരളത്തിൻ്റെ അന്തസ്സിനെയും ആഭിജാത്യത്തിനെയും നശിപ്പിക്കുന്ന ആരാണ്? കേരളം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കേരള മങ്ക എന്ന് പറയായിരുന്നു, കൈരളി. നമ്മൾ സ്ത്രീലിംഗത്തിലാണല്ലോ പറയുക രാജ്യങ്ങളുടെ പേര്. ആ കൈരളിയുടെ മുഖത്ത് ആരാണ് വിസർജ്യം വാരി തേച്ചത്? അതൊക്കെ ഇപ്പോൾ അത് തെളിയാൻ പോവുകയാണ്. ഇവരെ പലരും പറഞ്ഞല്ലോ പോറ്റിയെ കയറ്റിയത് പോറ്റിയെ കയറ്റിയത് സഖാക്കളാണോ? ഇപ്പം എല്ലാം പുറയിലാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഏതായാലും വിശ്വാസി എന്ന് പറയുന്നവൻ, സത്യസന്ധൻ എന്ന് പറയുന്നവൻ, ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് പറയുന്നവൻ, വിശുദ്ധൻ, ഇവരൊക്കെയാണ് അമ്പലങ്ങളിൽ നിന്നെല്ലാം കവർച്ചയായിട്ട് കൊണ്ടുപോകുന്നത്. അവരല്ലേ വാസ്തവത്തിൽ അവിടെ ആ സംഖ്യത്തെ അശുദ്ധവൽക്കരിക്കുന്നു വാസ്തവത്തിൽ. ഏതായാലും അവിടെ പോകുന്ന പാവങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. കുറേ പെൺകുട്ടികൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എടോ അയ്യപ്പ ഞങ്ങളവിടെ വരുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ആ കുട്ടിലേക്ക് നോക്കണ്ടാവും. ആ കുട്ടികളെ ഞാൻ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ടെങ്കിൽ അത് 4 പോകുന്നത് ആ കുട്ടികൾക്ക് കൊടുക്കും. ഞാൻ പിന്നെ നിർധനനാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടറിയാൻ ആൾക്കാരുണ്ട്. പിന്നെ ആർക്കാണ് വിറ്റുള്ളക്കി കുറേ എണ്ണം ഈ പറഞ്ഞോണം അഷ്ടിക്ക് വകയില്ലാത്തവരാണ്. എല്ലാ വർഷവും 20,000 30,000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പം കിട്ടും എന്നിട്ട് ഇവിടെ പോയിട്ട് കടം വീട്ടിൽ, ആ കടം വീട്ടിൽ കഴിയുമ്പോൾ വീണ്ടും 10,000-30,000 രൂപ ഉണ്ടായിട്ട് അവിടേക്ക് പോക്ക്. അന്തസ്സും ആവിയത്തുള്ള വീട്ടിൽ നിന്ന് ആരുടെ ഇവിടെ പോകുന്നുണ്ടോ? ഈ പറയുന്ന കൊണ്ടുവരന്മാരുടെ വീട്ടിൽ നിന്ന് ആരുടെ പോകുന്നുണ്ടോ? അവരുടെ വീട്ടിൽ ആരെങ്കിലും അയ്യപ്പന് വരുന്നുണ്ടോ? അയ്യപ്പൻ നമ്പൂരി എവിടെയും കേട്ടിട്ടുണ്ടോ? അത് കാട്ടയ്യപ്പനാണ്, ദ്രാവിഡ ദൈവമാണ്, അയ്യനാരാണ്, നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നതാണ്. ഇവരവിടെ കയറിയത് എന്താ? പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. പാവങ്ങളിത് വല്ലതും അറിയുന്നുണ്ടോ? പാവപ്പെട്ട ആളുകളുടെ ഈ അന്ധമായിട്ടുള്ള വിശ്വാസം. ഹീ സിറ്റിംഗ് സംവെയർ എൽസ്. മേഘമാളികൾക്കിടയിൽ അവൻ ഇരിക്കുന്നുണ്ട്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. അവൻ വിമാനം സഞ്ചരിക്കുമ്പോൾ താഴോട്ട് നോക്കില്ലേ, അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു വിശ്വാസം. ആ വിശ്വാസത്തെയാണ് ഇവർ മുതൽവൽക്കരിക്കുന്നത്. അങ്ങനെ എന്തുണ്ടാവും? ഈ കള്ളന്മാർ വായക്കൂടെ കുത്തി നിറയ്ക്കുന്ന ആമേദ്യമുണ്ടല്ലോ, അത് ഈ പാവപ്പെട്ടവരുടെ ആസനത്തിൽ കൂടെ വരുന്നതാണ്. അവരുടെ അധ്വാനത്തിന് ബലം, അവരുടെ വിയർപ്പും അവരുടെ അമേദ്യമാണ് ഇവർ കുഴച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്. അവർ കൊടുക്കുന്ന അവരുടെ കുട്ടികളുടെ അതീവന പ്രക്രിയയും തുടർന്നുള്ള ജീവിതവും സംശുദ്ധവൽക്കരിക്കാൻ, സുലളിതമാക്കാൻ വേണ്ടിയിട്ട്, സുഭദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കൊണ്ടാണ് ഇവന്മാർ ആഡംബരം തീർക്കുന്നവരുടെ വീട്ടിലെ കാറ്, വലിയ വീട്, വലിയ സങ്കേതം, മക്കൾക്ക് പുറത്തുള്ള പഠിപ്പുള്ള എല്ലാവരും. ആയതുകൊണ്ട് തന്നെ ആരോ പറഞ്ഞ പോലെ ചില പഴഞ്ചൊല്ലുകൾ നമുക്ക് ചിലപ്പോൾ വീണ്ടും അതിൽ അർത്ഥങ്ങളുള്ളതായി തോന്നും. കള്ളന്മാരെ പന പോലെ വളർത്തും. എന്തിനാണെന്നറിയാമോ? 10 അടി മേലെ തള്ളിയിട്ട് കഴിഞ്ഞാൽ കാലൊടിയില്ല. പക്ഷേ 20 നില കെട്ടിടത്തിന് മുകളിൽ നിർത്തി ആടിയാലോ? അതുപോലെ യക്ഷികൾ കണ്ടിട്ടില്ലേ? മേലോട്ട് ഉയർത്തി പനയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് എല്ലും തോലുവാക്കും. ഇതുപോലെയാണ് ഇങ്ങനെയുള്ള കള്ളന്മാരെ പന പോലെ വളർത്തും, എന്നിട്ട് താഴത്തേക്ക് തള്ളിയിടും. ഇപ്പം എന്തായി?
ഇനി അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഈ കള്ള കണ്ടന് ഇനി പുറത്തിറങ്ങാൻ പറ്റുമോ? ഇവൻ്റെ കേസ് ചിലപ്പോൾ കോടതിയിൽ തെളിവില്ലാണ്ട് വിടും. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ, അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ആൾക്കാർ പറയും, ഇവനാട്ടോ സ്വർണ്ണം അടിച്ച് മാറ്റിയത്, ഇവനാട്ടോ സ്വർണ്ണം അടിച്ച് മാറ്റിയത്. ഇനി നല്ല പരിപാടി, നിൻ്റെ കേസ് ജയിലിൽ പോയിട്ട് ആ പരിപാവനമായിട്ടുള്ള സ്ഥലം നിങ്ങൾ വൃത്തികേടാക്കി. അതിന് നിങ്ങളൊന്നുമില്ല, അത് വൃത്തിയാകും. വീണ്ടും വൃത്തികേടാക്കാൻ ദയവ് ചെയ്ത് അവിടേക്ക് പോകരുത്. പോയിട്ട് എനിക്ക് കുഴപ്പമില്ല. കുറേ പാവങ്ങൾ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ എന്ന് പറഞ്ഞ് കെട്ടി വലിയ വിശ്വാസമാണ് അവർക്ക്. അവരുടെ തലയ്ക്ക് തീ കൊളുത്തരുത്, അവരുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കരുത്. എടാ കണ്ടര കുണ്ടമൺ പാട്ടികളെ, ദയവ് ചെയ്ത് അതല്ലേ ഇവിടുത്തെ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. അതല്ലേ RSSകാർ സംഘപരിവാറുകാരുണ്ടല്ലോ, അവർ തേങ്ങയായിട്ട് വരണം. ഇനി ഇവന്മാരാരും അവിടെ കയറി കഴിഞ്ഞാൽ അവരെ തലയിൽ തേങ്ങ എറിഞ്ഞോട്ടയ്ക്കാൻ വേണ്ടിയിട്ട് കയറ്റരുത് അവിടേക്ക് അവരെ ഈ സാധനങ്ങളെ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ആയിട്ടില്ല കേട്ടോ. അവളെവിടെ? അവൾ പൂറ്റിയുടെ വീട്ടിലാണോ അതോ ഈ കള്ളൻ്റെ വീട്ടിലാണോ? അറിയാം, അത് താമസിയാതെ അറിയാം. അതുകൂടി അറിഞ്ഞാലേ ഈ കേസിന് സമാപ്തിയാകൂ. നമ്മുടെ അമ്മൂമ്മയുടെ ഭാഷയിൽ അത്രയും കൂടി ആയാൽ ഈ കേസ് ശുംഭമാകൂ.